തിരുവനന്തപുരം പൗടിക്കോണത്ത് ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പേരിൽ ബിജെപിയും ആർഎസ്എസും തമ്മിൽ സംഘർഷം. ബിജെപി നേതാവ് സായി പ്രസാദിന്റെ കാല് ബിജെപിക്കാർ തന്നെ തല്ലിയൊടിച്ചു. പാർട്ടി ഓഫീസിൽ വിളിച്ചു വരുത്തി കാൽ അടിച്ചൊടിക്കുകയായിരുന്നു. നൃപൻ ചക്രവർത്തി തിരുവനന്തപുരത്ത് നിന്നും. നൃപൻ, എന്താണ് സംഭവം? നൃപനിലേക്ക് മടങ്ങിയെത്താം. തിരുവനന്തപുരം പൗടിക്കോണത്താണ് ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പേരിൽ ബിജെപി ആർഎസ്എസ് പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായത്. ബിജെപി നേതാവ് സായി പ്രസാദിന്റെ കാല് ബിജെപിക്കാർ തന്നെ തല്ലിയൊടിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പൗടിക്കോണത്ത് നിന്നും പാർട്ടി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയതിനു ശേഷം ഈ ബിജെപി നേതാവ് സായി പ്രശാന്തിന്റെ കാല് തല്ലിയൊടിക്കുകയായിരുന്നു എന്നതാണ് പരാതിയായി ലഭിച്ചിട്ടുള്ളത്. സംഭവത്തിൽ ഇപ്പോൾ ശ്രീകാര്യം പോലീസാണ് കേസെടുത്ത് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നൃപനിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. നൃപൻ, സജീവ ബിജെപി പ്രവർത്തകനായ ഒരാളെ അയാളുടെ കാൽ ഇപ്പോൾ തല്ലി ഒടിച്ചിരിക്കുന്നത് ബിജെപിക്കാർ തന്നെയാണ്. എന്താണ് ഇതിന് ആധാരമായ സംഭവം? കാവ്യ, തിരുവനന്തപുരത്ത് പൗടിക്കോണത്ത് ആണ് ഈ സംഭവം നടന്നത്. കഴക്കൂട്ടം മണ്ഡലത്തിൽ വരുന്ന പ്രദേശമാണ്. അവിടുത്തെ ബിജെപിയുടെ സജീവ പ്രവർത്തകനായിരുന്ന സായി പ്രസാദിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. ആക്രമണം ഉണ്ടാവാൻ കാരണം ബിജെപി പ്രവർത്തകർ തന്നെയായിരുന്നു. ആർഎസ്എസ് പ്രവർത്തകനായിട്ടുള്ള സായി പ്രസാദിനെ ഈ പറഞ്ഞ ബിജെപിയുടെ ഓഫീസിലേക്ക് രാവിലെ വിളിച്ചു വരുത്തിയത്. വിളിച്ചു വരുത്താനുള്ള കാരണമായി പറയുന്നത് ഈ സായി പ്രസാദ് ഒരു പോസ്റ്റ് ഇട്ടു, ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. അത് ബിജെപിയുടെ നിലവിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ പ്രഖ്യാപിച്ച കേന്ദ്രമന്ത്രി കൂടിയായിട്ടുള്ള വി മുരളീധരൻ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടും എന്ന് സൂചന നൽകുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഈ സായി പ്രകാശ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത്. ഇതിനെ തുടർന്ന് ബിജെപിയുടെ സജീവമായിട്ടുള്ള പ്രവർത്തകരും കഴക്കൂട്ടം മണ്ഡലം പ്രസിഡന്റായിട്ടുള്ള വിഷ്ണുവും ഒപ്പം തന്നെ ഇപ്പോൾ നിലവിലെ വൈസ് പ്രസിഡന്റും വി മുരളീധരന്റെ മുൻ ഡ്രൈവറുമായിട്ടുള്ള ഹരിയും ചേർന്ന് ഇയാൾ അവിടേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. അവിടെ വെച്ച് ഇയാളുടെ കൈകാലുകൾ ഒടിച്ചു എന്നതാണ് ഇപ്പൊ നിലവിൽ കേസിൽ പറയുന്നത്. ശ്രീകാര്യം പോലീസ് സ്റ്റേഷനിലാണ് ഈ സായി പ്രശാന്ത് നിലവിൽ കേസ് നൽകിയിട്ടുള്ളത്. ഈ കേസിൽ പറയുന്നത് ബിജെപിയുടെ സജീവ പ്രവർത്തകനാണ് താൻ പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്കെതിരെ പരസ്യമായി വിമർശനം ഉന്നയിച്ചു എന്ന കാര്യം ശരിയാണ്. അത് നേരിട്ട് ബോധ്യമാവുന്ന തരത്തിലുള്ള വിമർശനമല്ല, മറിച്ച് അല്ലാതെ ഇൻഡയറക്റ്റായി മനസ്സിലാവുന്ന തരത്തിൽ തന്റെ ഒരു പ്രതിഷേധം രേഖപ്പെടുത്തി. പക്ഷേ തന്നെ വിളിച്ചു വരുത്തിയ ശേഷം ഈ ബിജെപിയുടെ സജീവ മണ്ഡല പ്രസിഡന്റായിട്ടുള്ള വിഷ്ണുവും ഹരിയും ചേർന്ന് തന്നെ മർദ്ദിക്കുകയായിരുന്നു എന്നതാണ് കേസ്. ഇപ്പോൾ ശ്രീകാര്യം പോലീസിൽ സായി പ്രശാന്ത് കേസ് നൽകിയിട്ടുണ്ട്. പോലീസ് ഈ പരാതി സ്വീകരിച്ച ശേഷം തുടർ അന്വേഷണം നടത്തുകയാണ്. മൊഴിയെടുക്കാൻ സായി പ്രകാശിനെ കഴക്കൂട്ടം ഈ പറയുന്ന ശ്രീകാര്യ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ട്. കുറച്ച് നിമിഷങ്ങൾക്കകം തന്നെ സായി പ്രകാശ് മാധ്യമങ്ങളോട് പ്രതികരിക്കുമെന്നാണ് അറിയുന്ന വിവരം. കാവ്യ. ശരി, നൃപൻ ചക്രവർത്തിയാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്.